ഇറാനെതിരായിട്ട് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചത് വലിയ വാർത്തയാകുന്നതിനിടെ ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെയും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളോട് ഇനി അത് ചെയ്യരുത് എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ്. ചൈനയ്ക്ക് പുറമെ ഇറാഖ്, തുർക്കി, അസർബൈജാൻ, കസാക്കിസ്ഥാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാണ്, ഏത് അളവ് വരെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അമേരിക്ക ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളോടുമായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനുമായിട്ട് വ്യാപാരം നടത്തരുത് എന്ന്. സോ ഇതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിലടക്കം ചില മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. അതായത് റഷ്യ, കസാക്കിസ്ഥാൻ, ഇറാഖ്, തുർക്കി, അസർബൈജാൻ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞേക്കാമെന്ന്. ഇതിൽ തുർക്കിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. കാരണം ബാക്കിയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഇത് തള്ളിക്കളയാൻ പറ്റും. ഇപ്പൊ ചൈനയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ അസർബൈജാനോ കസാക്കിസ്ഥാനോ റഷ്യക്കോ ഒക്കെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ തള്ളിക്കളയാം. അതേ സമയത്ത് തന്നെ ഈ രാജ്യങ്ങൾ ഇറാനുമായിട്ട് വ്യാപാരം നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ അമേരിക്ക നാളെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യും. അതിലും വേറെ സംശയമൊന്നുമില്ല. തുർക്കിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം തുർക്കി അമേരിക്കയുടെ ഒരു അടിമ രാജ്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. നാറ്റോ മെമ്പേഴ്സിന് ഒന്നും തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമില്ല. ആധുനിക അമേരിക്കയുടെ അടിമത്വത്തിന്റെ പേരാണ് നാറ്റോ. നാറ്റോ രാജ്യങ്ങൾ അമേരിക്ക അനുസരിച്ച് പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുണ്ട്. തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് അമേരിക്ക അവരുടെ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് എർദോഗന് പോലും അമേരിക്കയുടെ അനുവാദമില്ലാതെ അത് പോയി കാണാൻ പറ്റില്ല. അത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് അമേരിക്കയുടെ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുള്ള അമേരിക്കൻ സൈനികർ ഉള്ള ഒരു രാജ്യമാണ് തുർക്കി. ആ തുർക്കിയൊന്നും അമേരിക്കയ്ക്കെതിരെ പോകത്തില്ല. ഇനി പരസ്യമായിട്ട് തുർക്കിയുടെ ഒക്കെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് നടത്തുന്ന പൊള്ളയായ പ്രകടനങ്ങൾ മാത്രമാണ്. അമേരിക്കയുടെ അനുവാദത്തോടെ തന്നെയാണ് സൗദിയും പാകിസ്ഥാനും തുർക്കിയും ചേർന്നുകൊണ്ട് ഒരു സൈനിക സഖ്യവും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അമേരിക്ക അവരുടെയൊക്കെ ഗോഡ് ഫാദർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി രണ്ടാമത്തെ കാര്യം, അമേരിക്കയെ എതിർത്ത് പ്രതികരിക്കാൻ സാധ്യതയുള്ള പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ്. കാരണം റഷ്യക്ക് അമേരിക്കയെ ഒരു പേടിയുമില്ല. അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യവുമല്ല റഷ്യ. റഷ്യ അമേരിക്കയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയെ എതിർക്കാൻ ഒരു മടിയും റഷ്യക്ക് ഉണ്ടാവില്ല. ഉത്തര കൊറിയയ്ക്കും ഒരു മടിയും കാണില്ല അമേരിക്കയെ എതിർക്കാൻ. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഒരു തരത്തിലും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല രണ്ട് രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധവുമുണ്ട്, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും ഉണ്ട്. അതുകൊണ്ട് അമേരിക്കക്കാരെ ഒന്നും ചെയ്യാനില്ല. ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക പരമാവധി ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അവർക്ക് ഇനി ഒന്നുമില്ല. ഇനി അതേ സമയത്ത് ചൈനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയും, ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും, നമ്മൾ തുർക്കിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ. പക്ഷെ പ്രവൃത്തിയിൽ അതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ചൈന പറയും, അങ്ങനെ അമേരിക്ക പറയുന്ന കേട്ടിട്ട് ഞങ്ങൾക്ക് വ്യാപാരം നിർത്താനൊന്നും പറ്റില്ല, അമേരിക്ക ആരാണ് അതൊക്കെ തീരുമാനിക്കാനെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും. ഇത് കേട്ട് ഈ ചൈന പ്രേമികളായിട്ടുള്ള രാജ്യങ്ങളും വ്യക്തികളും ഒക്കെ കൈയടിക്കും. ചില രാജ്യങ്ങൾ ചൈനയുടെ പാത പിന്തുടർന്ന് വലിയ ഡയലോഗൊക്കെ പറയും. പക്ഷെ ചൈന ഈ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൈന സൈലന്റ് ആയിട്ട് എന്ത് ചെയ്യും? വ്യാപാരം അങ്ങ് കുറയ്ക്കും ഇറാനുമായിട്ട്. അമേരിക്കയെ പ്രൊവോക്ക് ചെയ്യുന്ന പരിപാടിക്ക് പോവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെ പോയാൽ അമേരിക്ക എന്ത് ചെയ്യും? അടുത്ത ഘട്ടം ഏത് കമ്പനികളാണോ ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്നത് ആ കമ്പനികൾക്കെതിരെ ഉപരോധം ചുമത്തും. ഇത് ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് എതിരാണ്. ഇതറിയാതെ ചില രാജ്യങ്ങൾ എടുത്തുചാടിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് മാറുമെന്ന് മാത്രം. അപ്പൊ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായ തോതിൽ എതിർക്കാൻ പറ്റിയ ശക്തികളൊന്നും ഇതുവരെ നമ്മുടെ ഭൂമിയിലില്ല. എന്ന് വെച്ചാൽ ആണവായുധങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ആണവായുധം എന്ന് പറയുന്നത് അവസാന ഓപ്ഷനാണ് ഏത് രാജ്യത്തിനെ സംബന്ധിച്ചും. പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത് അമേരിക്കക്കെതിരെ ആണവ യുദ്ധം നടത്തുക എന്ന് പറയുന്നത് സർവനാശത്തിനെ അത് അവസാനിക്കുള്ളൂ. കാരണം അമേരിക്കയുടെ കയ്യിൽ ഇല്ലാത്ത സാധനമല്ലല്ലോ അത്. ഈ റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നില്ല. ഉപയോഗിച്ചാൽ തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായും സൈനികമായും അമേരിക്കയെ വെല്ലുവിളിക്കാൻ ചൈനയും റഷ്യയും ഒന്നും വളർന്നിട്ടില്ല. ഇവിടുത്തെ പല മാധ്യമങ്ങളും വെച്ച് കാച്ചെന്ന് കണ്ടാൽ ഇങ്ങനെയാണ്, അതിന്റെ ടൈറ്റിലൊക്കെ ഇങ്ങനെയാണ്. അതായത് റഷ്യ, പിന്നെ അസർബൈജാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ നിർദ്ദേശം തള്ളിക്കളയും, ഇന്ത്യ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഇതായിരിക്കും ഇവരുടെയൊക്കെ ടൈറ്റിൽ. ഇന്ത്യയുടെ പോളിസി തന്നെ ഡിഫറെന്റ് ആണ്. അമേരിക്കയും യൂറോപ്പുമായിട്ട് ചേർന്ന് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ.
സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം US നമ്മുടെ പല മിഷൻസിന്റെ ഭാഗമാണ്. അമേരിക്കയുടെ അടുത്ത് നിന്ന് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. അമേരിക്കൻ കമ്പനികൾക്ക് ആയുധങ്ങളുടെ പാർട്സ് നിർമ്മിച്ചു കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡിഫൻസ് രംഗത്ത് വളരെ ശക്തമായ സഹകരണമുണ്ട്. ഈ സഹകരണങ്ങൾ ഒന്നും തന്നെ ഈ പറയുന്ന ചൈനയുമായിട്ടോ റഷ്യയുമായിട്ടോ അമേരിക്കയ്ക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇന്ത്യ ഇതിനകത്ത് അമേരിക്കയുടെ ചേരിയുടെ ഭാഗവുമല്ല, റഷ്യൻ ചേരിയുടെയോ ചൈനീസ് ചേരിയുടെയോ ഭാഗവുമല്ല. സോ അതുകൊണ്ട് റഷ്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ പ്രതികരിക്കുന്ന രൂപത്തിൽ ഇന്ത്യ പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അമേരിക്കയുമായിട്ട് ഇപ്പോഴും സഹകരണം പല മേഖലയിലും തുടരുന്നുണ്ട്. അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതും അറിയാം, അമേരിക്ക തരം കിട്ടിയാൽ നമുക്കിട്ടും പണി തരുമെന്ന്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് പണിയാതെ നോക്കാൻ നമുക്കിവിടെ അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വൺ സൈഡഡ് ആയിട്ട് ഈ വിഷയത്തിന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എടുത്തു ചാടിയിട്ട് അമേരിക്കയ്ക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട സാഹചര്യം നിലവിലില്ല. എന്ന് വെച്ചാൽ ചൈന ഇറാനുമായിട്ട് നടത്തുന്നത് പോലെ ഹെവി ആയിട്ടുള്ള ഒരു വ്യാപാരം ഇന്ത്യ ഇറാനുമായിട്ട് അത്രത്തോളം നടത്തുന്നുമില്ല. ഇനി ഇറാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കുഴി ചാടിച്ച രാജ്യമാണ് ഇറാൻ. ഇറാൻ നമ്മുടെ സുഹൃത്താണ്, നമുക്ക് അടുപ്പമുള്ള രാജ്യമൊക്കെ ആണെങ്കിലും ഇറാൻ ഒറ്റ രാജ്യം കാരണം നമ്മൾ വെട്ടിലായിരിക്കുകയാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നമുക്ക് വളരെ ഗുണമുള്ള ഒന്നായിരുന്നു. ഇറാനാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണത്തിന് തുടക്കമിട്ടത്. അതേ തുടർന്നാണ് ഈ യുദ്ധം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കം എവിടെയെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു പ്രശ്നത്തിന്റെ ആരംഭം എവിടെയാണ്? ആരംഭം ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണമാണ്. ആ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഇറാൻ അമേരിക്ക യുദ്ധം ഈ നിലയിലേക്ക് എത്തിയത്, ഹോർമുസ് കടലിടുക്ക് വരെ എത്തി നിൽക്കുന്നത്. സോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം തുടങ്ങി വെച്ചത് ഇറാനാണ്. പരസ്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നൊക്കെ ഡയലോഗ് അടിച്ചത് ഇറാനാണ്. അത് കാരണം ഉണ്ടായൊരു യുദ്ധമാണിത്. അപ്പോൾ ഈ യുദ്ധം കാരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ഭാവി തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ തങ്ങളുടെ സുരക്ഷാ കവചമാക്കിയിട്ട് ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ ഇങ്ങോട്ടുള്ള ചരക്ക് നീക്കത്തെയും എണ്ണ കൊണ്ടുവരുന്നതിനെയും ഒക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അങ്ങനെ ക്ലിയർ കട്ടായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാനോ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാനോ കഴിയില്ല. കാരണം രണ്ടിടങ്ങളിലും നമ്മുടെ താല്പര്യങ്ങളുണ്ട്. നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ ഇറാനിലുള്ള ചാബഹാർ പോർട്ട് നമുക്ക് ആവശ്യമാണ്. ആ പോർട്ടിനെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണത്. ഇറാനെയും നമുക്ക് പൂർണ്ണമായിട്ട് തള്ളി പറയാൻ പറ്റില്ല, അമേരിക്കയും തള്ളി പറയാൻ പറ്റില്ല. കാരണം എന്താണ്? രണ്ടുപേരെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ആവശ്യമാണെങ്കിൽ നമ്മൾ എന്തിനാ അവരെ തള്ളി പറയണം? അവിടെ നമ്മൾ വളരെ ബുദ്ധിപരമായ ഒരു സ്റ്റാൻഡ് എടുത്ത് രണ്ട് കൂട്ടരുടെ ഇടയിലും പോയി തലവയ്ക്കാൻ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. നമുക്ക് അതാണ് ഗുണം. ഇനി അമേരിക്കക്കെതിരെ ചിലയ്ക്കുന്ന രാജ്യങ്ങളാണല്ലോ ഈ പറയുന്ന ചൈനയൊക്കെ. എന്ത് ആക്ഷനാണ് ഇവരെടുത്തിട്ടുള്ളത് ആരെങ്കിലും പറയാമോ? ഈ ചൈന പ്രേമികളായിട്ടുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ പറയൂ, എന്ത് ആക്ഷനാണ് ചൈന നാളിതുവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കെതിരായിട്ട് എടുത്തിട്ടുള്ളത്? ഇപ്പോൾ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, തത്വത്തിൽ വെനസ്വേലയും ഏറെക്കുറെ കമ്മ്യൂണിസം ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യങ്ങൾക്കെതിരെയൊക്കെ അമേരിക്ക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൈന എന്ത് ചെയ്തു അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്യൂബയ്ക്ക് വേണ്ടിയിട്ട് ചൈന എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഇനി വെനസ്വേലയുടെ കാര്യം എടുക്കാം. ചൈനയെ വിശ്വസിച്ച് ചൈനയുമായിട്ട് ബന്ധമുണ്ടാക്കി അമേരിക്കയെ എതിരിട്ട് നിന്ന രാജ്യമായിരുന്നു വെനസ്വേല. വെനസ്വേലയിൽ കയറി അമേരിക്കൻ സൈന്യം അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം അവിടെ നടന്നിരിക്കുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്ത് അമേരിക്ക അധിനിവേശം നടത്തിയ സമയത്ത് അതിനെതിരെ കുറച്ച് ഡയലോഗ് അടിച്ചു എന്നുള്ളതല്ലാതെ ഒരു ചെറു വിരൽ അനക്കാത്ത ശക്തിയാണ് സോ കോൾഡ് സൂപ്പർ പവർ ചൈന. ഇവൻ റഷ്യ പോലും ഒരു കുന്തവും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു വെനസ്വേലയ്ക്ക് വേണ്ടിയിട്ട്? ഇനി ഇറാന്റെ കാര്യം എടുക്കാം. ഈ ചൈനയെയും അതുപോലെ തന്നെ റഷ്യയെയും ഗോഡ് ഫാദറായി കാണുന്ന രാജ്യമാണ് ഇറാൻ. ഇറാനില് അമേരിക്ക ഈ കൊള്ളരുതായ്മകൾ അത്രയും കാണിച്ചിട്ട് ഹോർമുസ് കടലിടുക്ക് വരെ ഞങ്ങളുടേതാണെന്ന് ട്രംപ് പറഞ്ഞു. ചൈന എന്ത് ചെയ്തു? ഒരു മിസൈൽ പോട്ട്, ഒരു പൊട്ടാസ്, ഒരു കളിത്തോക്ക് വെച്ചിട്ടെങ്കിലും വെടിവെക്കാനുള്ള ധൈര്യം ഉണ്ടോ ചൈനയ്ക്ക്? റഷ്യക്കുണ്ടോ അതിനുള്ള ധൈര്യം? അമേരിക്കയ്ക്കെതിരെ ചെയ്യാൻ ഇല്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ രണ്ട് ഉദാഹരണങ്ങളെ ഉള്ളൂ എന്ന് വെച്ചാൽ അല്ല, വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് സൈനികമായി വലിയൊരു അട്ടിമറിയാണ് തുർക്കിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക നടത്തിയത്. സിറിയൻ ഭരണാധികാരി ജീവനും കൊണ്ട് റഷ്യയിലോട്ട് ഓടി, രക്ഷപ്പെട്ടു മൂപ്പര്.
അത്രയും റഷ്യ ചെയ്തു. പക്ഷേ വലിയ സൂപ്പർ പവർ ആയിട്ടുള്ള റഷ്യക്കും ചൈനയ്ക്കും സിറിയയിലെ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ ഇത് കൂടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറെ ഡയലോഗ് അമേരിക്കയ്ക്കെതിരെ ചൈനയൊക്കെ പറയും എന്നുള്ളതല്ലാതെ കാര്യത്തോടടുക്കുമ്പോൾ ആക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പ്രവൃത്തിയിലൊന്നും കാണാനില്ല. അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഇവരാരും ചെയ്യില്ല. ഇന്ത്യയെക്കാൾ വലിയ ശക്തികൾ എന്ന് പറയുന്ന റഷ്യയുടെയും ചൈനയുടെയും കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇവിടത്തെ ചില മാധ്യമങ്ങളുടെയൊക്കെ പ്രതികരണങ്ങളും തലക്കെട്ടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ചൈനയും റഷ്യയും ഒക്കെ എന്തോ വലിയ സംഭവമാണ്, ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ അങ്ങ് മുട്ടുമടക്കി നിൽക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ എഴുതി വെക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൈനയ്ക്ക് അമേരിക്കയോടും റഷ്യയ്ക്ക് അമേരിക്കയോടുമുള്ള ശത്രുത അമേരിക്കയോട് ഇല്ല. യൂറോപ്പ് നമ്മളുടെ ഒരു അടുത്ത പാർട്ട്ണറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, വിയറ്റ്നാം ഇങ്ങനെയുള്ള അമേരിക്കയുടെ വെസൽ സ്റ്റേറ്റ്സ് ഒക്കെ തന്നെ ഇന്ത്യയോട് അടുത്ത സൗഹൃദം പുലർത്തുന്ന, പങ്കാളിത്തം പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഈവൻ കാനഡ പോലും. സോ നമുക്ക് ഓൾറെഡി ലോകത്ത് അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. ഇന്ത്യ ചൈനയെ പോലെയോ അല്ലെങ്കിൽ റഷ്യയെ പോലെയോ ഏതാണ്ട് ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ്. അധിനിവേശ സ്വഭാവം കാണിക്കുന്ന രാജ്യമല്ല. ചൈന അധിനിവേശ സ്വഭാവം കാണിക്കുന്ന രാജ്യമാണ്. ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ നോക്കുന്നു, സൗത്ത് ചൈന കടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു, വിയറ്റ്നാമിന്റെയും ഇന്ത്യയുടെയും ഒക്കെ ലാൻഡ് ക്ലെയിം ചെയ്യുന്നു, നേപ്പാളിന്റെയും അതുപോലെ ഭൂട്ടാന്റെയും ലാൻഡ് ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ അധിനിവേശ സ്വഭാവമുള്ള രാജ്യമാണ് ചൈന. മാത്രമല്ല ടിബറ്റിനെ അധിനിവേശപ്പെടുത്തിയ രാജ്യം കൂടിയാണ് ചൈന. റഷ്യയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തൊക്കെ ആണെങ്കിലും അധിനിവേശ സ്വഭാവം കാണിക്കുന്ന രാജ്യമാണ് റഷ്യയും. യുക്രൈനിൽ റഷ്യ നടത്തുന്നത് അധിനിവേശമാണ്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു രാജ്യങ്ങളുടെയും സ്ഥലം അനധികൃതമായിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ആരുമായിട്ടും അനാവശ്യ യുദ്ധങ്ങൾക്ക് പോയിട്ടില്ല. വളരെ സമാധാനപൂർണ്ണമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ലോകത്ത് മറ്റു രാജ്യങ്ങൾക്കിടയിൽ സാമാന്യം നല്ല വില നമുക്കുണ്ട്. ചൈനയെ പോലെയുള്ള തെമ്മാടി രാഷ്ട്രങ്ങൾ എടുക്കുന്ന നിലപാടുകളല്ല ഇന്ത്യയുടേത്. വളരെ സമചിത്തതയോടെ, രാഷ്ട്രീയ ബോധ്യത്തോടെ, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങളാണ് ഇന്ത്യയുടേത്. ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇറാൻ ഒന്നുകിൽ ഈ അമേരിക്കയുമായും ഇസ്രയേലുമായും സംസാരിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാവൂ. അതല്ലാതെ ഇത് അനന്തമായിട്ട് നീണ്ടുപോകുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ല. അപ്പൊ അവിടെ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഈ ഇറാന്റെയോ പക്ഷം പിടിക്കാതെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് നല്ലത്. അത് ഇനിയിപ്പോൾ നാളെ അസർബൈജാൻ എതിർത്തു, അല്ലെങ്കിൽ ചൈന എതിർത്തു, റഷ്യ എതിർത്തു, ഇന്ത്യ പക്ഷെ തള്ളി പറഞ്ഞില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഈ വിഷയത്തിലെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഡിഫറെന്റ് ആണ്. ഇസ്രായേൽ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് രാജ്യമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഇന്ത്യക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.